ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? ഞാനില്ല. വാട്ടർ പെപ്പി എത്തും കൊണ്ട് ഞാനൊന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. നിങ്ങളിൽ ആരാണ് വായി നോക്കി? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹലോ. നമ്മളിന്ന് കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കപ്പിൾ ചലഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മളിന്ന് കപ്പിൾ ചലഞ്ച് ചെയ്യാന്ന് വെച്ചു. എന്താണ് ചലഞ്ച്? യു ആൻഡ് മീ. സോറി, ഇവനൊരു പേപ്പറിൽ കുറെ ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. എന്താണ് സംഭവം? ഇതാണ് സംഭവം. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതാരാണെന്ന് പറയണം. എന്താണെന്ന് പറയണം. യു ഓർ മീ ചലഞ്ചാണ്. കുറെ കപ്പിൾസ് വ്ലോഗ് ചെയ്തിട്ടുള്ള ചലഞ്ചാണ് സംഭവം. അപ്പം യു ഓർ മീ ചലഞ്ച് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പം നമുക്കിന്ന് ആര് ജയിക്കും ആര് തോൽക്കും എന്ന് നോക്കാം ഗൈസ്. ആദ്യത്തെ ചോദ്യം നമുക്ക് ആരോട് ചോദിക്കണം? ഞാൻ ചോദിക്കാം. എന്നാ നീ ചോദിക്കും. ആരാണ് ഏറ്റവും കൂടുതൽ പാവം? എന്റെ കുട്ടിയാണ് പാവം. ഇവനൊരു പാവം കുട്ടിയാണ് ഗൈസ്. ഇവനൊരു പാവമാണ് ഗൈസ്. അത് സമ്മതിച്ചിരുന്നല്ലോ. അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് പാവം. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാമല്ലോ നമ്മളിൽ ആരാണ് ഏറ്റവും കൂടുതൽ പാവം എന്നുള്ളത്. നിങ്ങൾ പറ, ഞാനാണോ പാവം, ഇവനാണോ പാവം? ഞാനാണ് പാവം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളിൽ ആരാണ് വായി നോക്കി? ഇവനും വായി നോക്കും. നീ വായി നോക്കത്തില്ലേ? നീ വായി നോക്കിട്ടല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. ഇവൾ എന്നെ നോക്കിയോണ്ടാണല്ലേ ഞാൻ നോക്കിയത്. ഞാൻ നിന്നെ നോക്കിയോണ്ടല്ലേ. നീ എന്നെ നോക്കിയോണ്ടല്ലേ ഞാൻ നിന്നെ നോക്കിയത്. അല്ല, നീ എന്നെ നോക്കിയോണ്ടല്ലേ ഞാൻ. നമ്മുടെ ലവ് സ്റ്റോറി കണ്ടവർക്ക് അറിയാം ആരാതിനകത്ത് വായി നോക്കി എന്നുള്ളത്. അത് നിങ്ങൾ പറയണം. പക്ഷെ ഇവളാണ് വായി നോക്കി. ഒന്നാന്തരം വായി നോക്കി. നീ വായി നോക്കിയല്ലേ? അല്ലല്ലേ. എന്റെ അടുത്തിരുന്ന് വായി നോക്കിയോ നീ പറയുന്നത്. നല്ല ഒന്നാന്തരം കോഴിയാണ് ഗൈസ്. കോഴിക്കുള്ള അവാർഡ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും നല്ല ഡ്രസ്സിംഗ് സെൻസ് ഉള്ളത് ആർക്ക്? അതിവനാണ് കേട്ടോ. അതിവനാണ്. എന്റെ ഡ്രസ്സും എല്ലാം സെലക്ട് ചെയ്ത് വരുന്ന ഇവൻ തന്നെയാണ്. അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? അതിൽ മാറ്റമില്ല. അത് കറക്റ്റ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്നത്? ആയിരിക്കുന്നു. അതും ഇവൻ തന്നെയാണ്. എല്ലാം നിനക്ക് തന്നെയാണല്ലോ. നീ തന്നെയാണ്. 24 മണിക്കൂർ വെബ് സീരീസ്, മ്യൂസിക്, എന്താ മറ്റേ പേരെന്താ? സീരിയല്. അതില്ല, ഓൺലി വെബ് സീരീസ്. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് ഏറ്റവും കൂടുതൽ ഇമോഷണൽ? എന്റെ കുട്ടി അത് ഇവളാണ്. പെട്ടെന്ന് ഇമോഷണൽ ആവും, സങ്കടം വരും. ഞാനൊന്ന് ഇങ്ങനെ നോക്കിയാൽ മതി, അവൾ ഇങ്ങനെയാവും. അത് ഞാനാണ് ഗൈസ്. നെക്സ്റ്റ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം? ഇവനാണ്. അതെനിക്ക് തന്നെയാണ്. ഇവനാണ് ഗൈസ്. ഇവനാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളത്. ഇവനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, പോവാം. പക്ഷെ ഞാൻ വരാത്തതിന് കാരണമുണ്ട്. ഹോസ്പിറ്റലായിരിക്കും. ഹലോ, എവിടെങ്കിലും പോകാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോയി വന്നാലും ഹോസ്പിറ്റലായിരിക്കും. അതാണ് മെയിൻ പ്രശ്നം. ഒന്നെങ്കിൽ ഇൻഫെക്ഷൻ അടിക്കും, ഒന്നെങ്കിൽ പനി, അങ്ങനെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? പറ. ഇവനാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്.
ആണല്ലോ. ആണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ പറയണ്ടേ. ഞാൻ തന്നെയാണ്. ഇതെല്ലാം നാം തന്നെ. എല്ലാം നീ കൊണ്ടുപോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നന്നായി ഭക്ഷണം കഴിക്കുന്നതാരും? അതെങ്കിലും എനിക്ക് കിട്ടിയല്ലോ. നല്ലപോലെ ഫുഡ് കഴിക്കും. നല്ലപോലെ ഫുഡ് കഴിക്കും. ആരോഗ്യം നന്നാവണം, നന്നായിട്ട് ഫുഡും കഴിക്കണം അല്ലേ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. ആരാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത്? ഇവനാണ്. ഇവൻ തന്നെയാണ്. ചുമ്മാ അടി ഉണ്ടാക്കി ചൊറിഞ്ഞോണ്ട് വരും. ഒരു കാര്യമില്ലാണ്. ഞാൻ വെറുതെ ഇരിക്കുകയായിരിക്കും. എന്നിട്ട് പുറത്ത് വന്ന ഒരൊറ്റ അടി ഞാൻ വെറുതെ വിടുവാ, ഞാൻ തിരിച്ചു കൊടുക്കും. അങ്ങനെ അവസാനം അടിയാവും. ഇവിടെ കടിയെന്ന് പറഞ്ഞാൽ അമ്മാതിരി കടിയാ. ഇഞ്ചക്ഷൻ വരെ അടിക്കേണ്ടി വരും. അമ്മാതിരി കടിയാ. ഇഞ്ചക്ഷൻ എടുത്താ ഇല്ലല്ല. അതിന്റെ ഞാനിപ്പോ അനുഭവിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് നല്ല കുക്ക്? നിനക്ക് ഒരു ചായ ഉണ്ടാക്കാൻ അറിയാം? നിനക്ക് ഒരു ചായ ഉണ്ടാക്കാൻ അറിയോ? ബ്രെഡിനകത്തില് ഞാൻ പറഞ്ഞറിയാം. ഇവൻ ആകെ ചെയ്യുന്നത് എന്താ അറിയാം? ബ്രെഡിനകത്തില് ജാം വരട്ടാൻ അറിയാം. അതാണ് ഇവൻ അറിയാവുന്ന ഏറ്റവും വലിയ. പക്ഷെ നന്നായിട്ട് ചെയ്യും കേട്ടോ. നല്ല കലാവിരുദ്ധാണ്. ഒരു മൂല പോലും വിടാണ്ട് അത് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രസ്സ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ആര്? ഒരു സ്ഥലത്ത് പോവാൻ ഇറങ്ങിയാലുണ്ടല്ലോ 1 മണിക്കൂർ 2 മണിക്കൂർ കറക്റ്റാ. 2 മണിക്കൂറിനുള്ളിൽ ഇറങ്ങുമല്ല. അത്രയും ടൈം എടുക്കും. ഞാൻ അത്ര പോലും എടുക്കില്ല. ഞാൻ ഒരു 5 മിനിറ്റ് എടുക്കും. അത്രേ എടുക്കുള്ളൂ. ഇത് എവിടെയും പോവാൻ ഇറങ്ങിയ എന്താണ് പുട്ടിയടിക്കണം, പെയിന്റ് അടിക്കണം, ലിപ്സ്റ്റിക് ഇടും, കണ്ണരുത്. അത്രേ ഉള്ളൂ. അതിനാണ് 1 മണിക്കൂർ. പിന്നെ ഡ്രസ് ഇടണ്ടേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് ഏറ്റവും കൂടുതൽ പൊസസീവ്? ദാണ്ടിരിക്കുന്നു. നീ പൊസസീവ് അല്ല. ഞാനാ പൊസസീവ്. ഞാൻ പൊസസീവ് ആണോ? നിങ്ങൾ പറയാം പൊസസീവ് ആണോ? പൊസസീവ്, നല്ല പൊസസീവാ. ഈ കാണുന്ന പോലെ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് മടിയൻ ഓർ മടിച്ചി? ഞാനില്ല. എത്തും കൊണ്ട് നീയാണ് മടിയൻ. രാവിലെ നേരത്തെ എണീക്കൂല, രാവിലെ നേരത്തെ എണീറ്റ് പോവൂല, രാവിലെ പല്ലിയേക്കൂല, കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല. അല്ല, ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കണ്ട കേട്ടോ, അത് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം ഇവളോട് പറഞ്ഞ ചെയ്യാൻ നല്ല മടിയനാണ് ഇവൻ. ഇവനെപ്പോഴും മടിയൻ. ഇവന് മടിയന്മാർക്ക് പറ്റിയ ഏറ്റവും നല്ല അവാർഡ് കൊടുക്കണം ഇവന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് കൂട്ടത്തിൽ ബുദ്ധിജീവി? ഇതായിരിക്കുന്നു കുരുട്ടുബുദ്ധി ആശാനാണ്. വയറ് ഞാൻ കൊണ്ടുതരും. ഒടുക്കത്തെ ബുദ്ധിയാണ് കേട്ടോ. വെറും ബുദ്ധിയില്ല, കുരുട്ട് ബുദ്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് ഉറക്കം തൂങ്ങി? ഞാൻ ഉറക്കം തൂങ്ങിയാവുന്ന 24 മണിക്കൂർ നിന്റെ കൂട്ടിരിക്കുന്ന ഞാൻ അങ്ങനെ ഇറക്കുന്നു. എന്തൊരു ഫിലിം കാണാൻ പോയപ്പോ ഇവിടെ ഇങ്ങനെ കയ്യൊക്കെ. അത് ഞാൻ ഉറങ്ങുന്നതല്ല, ആലോചിക്കുന്നതാ. ആരാണ് ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ തന്നെ കേട്ടോ. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ടു എക്സ്പെൻസീവ്. ഞാൻ ഭയങ്കര എക്സ്പെൻസ് ആണ്. ഞാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടി ഉണ്ടാക്കിയാൽ ആദ്യം സോറി പറയുന്നത് ആര്? അത് ഞാൻ തന്നെ. നീ എങ്ങനെയാവുന്നത്? നീയല്ലേ ആദ്യം അടി ഉണ്ടാക്കുന്നത്, പിന്നെ എങ്ങനെ സോറി പറയുന്നത്? ഇവൻ അടി ഉണ്ടാക്കും, സോറി പറയും ഞാൻ. ഇവൻ അടി ഉണ്ടാക്കും, ഞാൻ സോറി പറയും. ഇവൻ അടി ഉണ്ടാക്കും, ഞാൻ സോറി പറയും. ഇവൻ അടി ഉണ്ടാക്കും, ഞാൻ സോറി പറയും. സംഭവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് ആദ്യമായി ഉമ്മ കൊടുത്തത്? ഇവൻ. ഞാനാ. ചവിട്ട് ഞാൻ ഉണ്ടായിരുന്നു അവിടെ. അല്ല കൊടുത്തത്. ഞാൻ വിളിക്കാം. തന്നെയാണ് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീ അല്ലേ? എന്നാ ധൈര്യത്തോടു കൂടി പറ. എന്ത്?
അതിനകത്ത് രഹസ്യം. പരസ്യമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം? ഏ എനിക്ക് ഇത് ഇവൻ കേട്ടോ, ഇവനെ കാണുന്ന പോലൊന്നും അല്ല. നിങ്ങൾ പറയും ക്യൂട്ടാണ്, പാവാണ്, പുന്നരിയാണ്, ചക്കരയാണെന്ന്. പക്ഷെ ഈ കാണുന്നത് പോലല്ല ആള്. നല്ല ദേഷ്യക്കാരനാണ് മക്കളെ. ഇവന്റെ ഈ മൂക്കിലാണ് ശുണ്ടി. ഇവളുടെ കയ്യിലിരിപ്പുണ്ട് തന്നെ ആയിരിക്കും. ഇവന്റെ മൂക്കിലാണ് ശുണ്ടി ഇരിക്കണേ കേട്ടാ. ഇവളുടെ കയ്യിലിരിപ്പുണ്ട് തന്നെയാണ് ഈ ദേഷ്യം വരുന്നത്. ഗൈസ്, നമ്മുടെ ഏറ്റവും ലാസ്റ്റ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കമ്പനി ഉള്ളതാര്? നിങ്ങൾ പറയൂ. അതെന്ത്? അത് ഇവിടെ കൊണ്ടുവെക്ക്. ഇവളാണ് സബ്സ്ക്രൈബേഴ്സിനായിട്ട് കൂടുതൽ സംസാരിക്കുന്നത്. പറ, എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ത് പറ? നീ തന്നെയാ എല്ലാവരുടെയും കമ്പനിന് റിപ്ലൈ കൊടുക്കും. എല്ലാരുമായിട്ട് സംസാരിക്കും. ഞാൻ ആരോടത്തും സംസാരിക്കില്ല. ഇവരിങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. നമ്മളിത് ഫസ്റ്റ് ടൈം ആയത് കൊണ്ടാണ് ഇത്രയും എഴുതിയിട്ടുള്ളൂ. അത് മാത്രല്ല, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞു തന്ന ഒരു ഇത് വെച്ചിട്ട് നമ്മളെ ചെയ്തതേ ഉള്ളൂ. കപ്പിൾ ചലഞ്ച് ചെയ്യണം അങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ചെയ്തതേ ഉള്ളൂ. ഇപ്പൊ അതിനെപ്പറ്റി വലിയ അറിയില്ല. നിങ്ങളൊരു കമന്റ് ഇട്ടോ ക്വസ്റ്റ്യൻസ്, നമ്മൾ അതിനെപ്പറ്റി അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അതാണ് സംഭവം. പിന്നെ എന്താ, ഡേ ഇൻ മൈ ലൈഫ്, പിന്നെ എന്തൊക്കെയോ ഹോം ടൂർ, പിന്നെ ഫാമിലി കാണിക്കണം, അങ്ങനെ കുറെ വീഡിയോസ് ചെയ്യാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യാം ഇൻഷാ അല്ലാ. പിന്നെ ലൈവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് ഒരു ടൈം വെക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എത്തുമ്പോ ലേറ്റ് ആവും. ഞാൻ പുറത്തൊക്കെ പോയി പുറത്ത് പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവുന്ന ടൈം ആയിരിക്കും. ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ടൊക്കെ നമ്മൾ പണിയൊക്കെ തീർത്തിട്ടാണ് നമ്മൾ വന്നിട്ട് ലൈവിന് ഇരിക്കുക. ചിലപ്പം 1 മണിക്കൂർ 2 മണിക്കൂർ ലേറ്റായി പോവും. നമ്മൾ 10 മണിന്നാണ് പറഞ്ഞത്, നൈറ്റ് 10 മണിക്കാണ് ലൈവ് എന്ന് പറഞ്ഞത്. പക്ഷെ ചിലപ്പോൾ ഒന്ന് ലേറ്റായി പോകും. പിന്നെ നമ്മൾ ഫ്രീ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. ഫ്രീ ഉള്ള ടൈം നോക്കിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഒരുമിച്ച് നമ്മൾ ഫ്രീ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഫ്രീ ആയിരിക്കും. അപ്പൊ നമ്മൾ ലൈവ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത്, ആദ്യമായിട്ട് ലൈവ് ചെയ്തത് നമ്മൾ പുറത്ത് പോയ സമയത്ത് തന്നെയായിരുന്നു. അതെ, അപ്പൊ നമ്മൾ ലൈവിന്റെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ വരാത്ത എന്താന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ കുറേ നോക്കി എന്താ സംഭവം എന്ന് അറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ടാണ് അത് നോക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. അപ്പം പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് നെക്സ്റ്റ് വീഡിയോ എന്താവണം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യൂ. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.